മഹാലക്ഷ്മി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിൻ്റെ പ്രമോ റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളുടെ മഹാലക്ഷ്മിയും മഞ്ജുവും കൂടിയും അമ്പലത്തിൽ പ്രാർത്ഥിക്കാനായിട്ട് വരുന്ന സമയത്ത് അവിടെ വെച്ച് പ്രതാപൻ്റെ അമ്മേനെയും കാണുമ്പം പ്രതാപൻ്റെ അമ്മയും മഹാലക്ഷ്മിയോടും മഞ്ജുവിനോടും വളരെ മോശമായി തന്നെ പെരുമാറുന്നുണ്ട്. പക്ഷേ മഞ്ജു ആണെങ്കിൽ ഒട്ടും വിട്ടു കൊടുക്കുന്നില്ല. അവർ പറയുന്നതിനെല്ലാം തക്ക മറുപടി തന്നെ കൊടുക്കുന്നുണ്ട്. അവർ അവസാനം പറച്ചിൽ നിർത്തി പോയതിനു ശേഷം മഞ്ജു പറയുന്നുണ്ട്, അവരിപ്പോൾ നമ്മളിവിടെ വെച്ച് കണ്ടതുകൊണ്ട് പ്രശ്നമായി എടുത്തി. എന്തായാലും അവരൊക്കെ ഇപ്പോൾ വിചാരിച്ചിരിക്കുന്നത് കണ്ണേട്ടനും ഏടത്തിയും പിരിയാൻ പോകുന്നതുകൊണ്ട് തന്നെ ഞാൻ ഏടത്തിയോട് വിരോധത്തിലാണ് നിൽക്കണേന്നാ. ഉണ്ണിയേട്ടനൊക്കെ അങ്ങനെ തന്നെ വിശ്വസിച്ചിരിക്കണേ. ഇനിയിപ്പോൾ എന്തായാലും ഇവർക്ക് നമ്മളെ നേരിട്ട് കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ട് നമ്മൾ തമ്മിൽ പ്രശ്നമൊന്നുമില്ലയെന്ന്. ആ വിവരം ഇനി അവർ ഉണ്ണിയേട്ടനെ വിളിച്ച് പറഞ്ഞാൽ അവർക്ക് സംശയമാവുന്നു. ആ സമയത്ത് മഹാലക്ഷ്മി പറയുന്നുണ്ട്, അവരിനി സംശയമൊക്കെ ആണെങ്കിലും കുഴപ്പമില്ല മഞ്ജു, എന്തായാലും കാര്യങ്ങൾ ഇത്രയൊക്കെ ആയില്ലേ. ഇനിയിപ്പോൾ അവർ ചോദിച്ചാൽ തന്നെ മഞ്ജുവിനെ ഞാനാ ജോലിക്ക് വെച്ചേക്കണേ, അതുകൊണ്ട് മഞ്ജു എൻ്റെ കൂടെ വന്നു എന്ന് പറഞ്ഞാൽ മതി, അതിൽ പ്രശ്നമൊന്നുമില്ല. ഇപ്പം നീ വാ, കണ്ണേട്ടനെ എവിടെയാണെന്ന് നമുക്ക് നോക്കാമെന്ന്. അങ്ങനെ അവർ രണ്ടുപേരും കൂടി അമ്പലത്തിൻ്റെ അകത്തേക്ക് കയറുന്ന സമയത്ത് കണ്ണനാണെങ്കിൽ അവിടെ ശയനപ്രദക്ഷിണം ചെയ്യുന്ന ആ ഒരു കാഴ്ച മഞ്ജു മഹാലക്ഷ്മിയും കാണുന്നുണ്ട്. ആ കാഴ്ച കണ്ടതും മഞ്ജു പറയുന്നുണ്ട്, ഇതിനെ നോക്കി എടുത്തി ഏട്ടനാണല്ലോ ശയനപ്രദക്ഷിണം നടത്തണേന്ന് പറയുമ്പോൾ അമ്മ ആർക്കോയുടെ ജീവന് വേണ്ടിയല്ലേ, എന്തായാലും കണ്ണേട്ടൻ്റെ ശയനപ്രദക്ഷിണം കഴിയുമ്പോഴേക്കും നമുക്കും പോയി വഴിപാട് കഴിച്ച് പ്രാർത്ഥിച്ച് വരാമെന്നും പറഞ്ഞ് മഹാലക്ഷ്മി മഞ്ജുവും കൂടി പ്രാർത്ഥിക്കാനായിട്ട് പോകുന്നുണ്ട്. അങ്ങനെ ദൈവങ്ങളുടെ മുമ്പിൽ ചെന്നിട്ട് മഹാലക്ഷ്മി പ്രാർത്ഥിക്കുന്നുണ്ട്. ഒരുപാട് പേർക്ക് ഒരുപാട് ഗുണങ്ങൾ ചെയ്തിട്ടുള്ള ആളാണ് മാർക്കോ. അവനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണേ, അവൻ്റെ ജീവിതത്തിന് ഒരു ആപത്തും വരുത്തല്ലേ ഭഗവാനെ എന്നൊക്കെ പറഞ്ഞ് മനമുരുകി തന്നെ പ്രാർത്ഥിക്കുന്നുണ്ട്. ഈ സമയം മഞ്ജു നിന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്, ഞങ്ങൾക്കൊക്കെ ഒരുപാട് വേണ്ടപ്പെട്ടവനാ മാർക്കോ. അതുമാത്രമല്ല ഇത്രയും നല്ല ചെറുപ്പക്കാരെ ഇപ്പോൾ ഈ ലോകത്ത് കാണാൻ പോലും കിട്ടില്ല. അങ്ങനെയുള്ള മാർക്കോയ്ക്ക് ഒരു ആപത്തും വരാതെ കാക്കണേ ഭഗവാനെ എന്നൊക്കെ പറഞ്ഞ് നല്ലോണം തന്നെ പ്രാർത്ഥിക്കുന്നുണ്ട്. ഇതേ സമയം നമ്മുടെ ലോപ്പസ് ആണെങ്കിൽ വീണ്ടും ഡോക്ടറെ കണ്ട് മാർക്കോയുടെ വിവരങ്ങൾ ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് ഡോക്ടർ പറയുന്നുണ്ട്, ഇപ്പോൾ മാർക്കോ ശരിക്കും മരണത്തിൻ്റെയും ജീവിതത്തിൻ്റെയും ഇടയിലുള്ള നൂൽപ്പാലത്തിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കണം. ഇനി അവൻ ജീവിതത്തിലേക്ക് തിരിച്ചു വരണമെങ്കിൽ അതിന് ദൈവങ്ങൾ തന്നെ വിചാരിക്കണം. എന്തായാലും നിങ്ങൾ പ്രാർത്ഥിക്കുക, ഞങ്ങളുടെ കഴിവിൻ്റെ പരമാവധി ഞങ്ങൾ അവനെ രക്ഷപ്പെടുത്താൻ നോക്കിയിട്ടുണ്ട്. ഇനിയെല്ലാം ദൈവത്തിൻ്റെ കയ്യിലാണ്. അത് കേട്ടതും ലോപ്പസിനാണെങ്കിൽ ഭയങ്കര സങ്കടമാവുന്നുണ്ട്. സങ്കടത്തോടുകൂടി തന്നെ വീണ്ടും ചോദിക്കുന്നുണ്ട്, ഡോക്ടറെ ഇനിയിപ്പോൾ വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണമെന്ന് ചോദിക്കുമ്പം ഡോക്ടർ പറയുന്നുണ്ട്, എവിടെ ചെന്നാലും ഈ ഒരു ചികിത്സയൊക്കെ ഉള്ളൂ, പിന്നെ എല്ലാം അവൻ്റെ ആയുസ് പോലെ ഇരിക്കും, ദൈവത്തിൻ്റെ അനുഗ്രഹം പോലെ ഇരിക്കും എന്നൊക്കെ പറയുമ്പം ലോപസ് അങ്ങോട്ട് പോകുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ മാർക്കോയും മഹാലക്ഷ്മിയൊക്കെ കാണുന്ന ആ ഒരമ്മ അമ്പലത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് ആ അമ്മ പെട്ടെന്ന് കണ്ണ് തുറക്കുന്നുണ്ട്. എന്നിട്ട് പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ മാർക്കോയ്ക്ക് ആക്സിഡൻറ്റ് പറ്റിയ ആ ഒരു സ്ഥലത്ത് ആ അമ്മ വന്ന് നിൽക്കുകയാണ്. പെട്ടെന്ന് തന്നെ അമ്മ മാർക്കോയ്ക്ക് കൊടുത്തിരുന്ന ആ ഒരു വേല് ആക്സിഡൻറ്റ് സമയത്ത് മാർക്കോയുടെ കയ്യിൽ നിന്നും തെറിച്ചു പോയിട്ടുണ്ടായിരുന്നല്ലോ, ആ വേല് അമ്മ അവിടെ വെച്ച് കാണുന്നുണ്ട്. എന്നിട്ട് വേഗം തന്നെ ആ വേലെടുത്തിട്ട് ഇത് എത്രയും പെട്ടെന്ന് മാർക്കോയുടെ കയ്യിലെത്തിക്കണം, ഇല്ലെങ്കിൽ അവൻ്റെ ജീവന് ആപത്താ. ഈ വേല അവൻ്റെ കയ്യിലുണ്ടെങ്കിൽ അവനക്ക് ഒരാപത്തും സംഭവിക്കില്ല. ഇനിയിപ്പോൾ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തണമെന്നും പറഞ്ഞുകൊണ്ട് ആ വേലും എടുത്തുകൊണ്ട് അവിടെ നിന്ന് പോകുന്നുണ്ട്. ആ സമയത്ത് അവിടെ മേഘനയൊന്നും കാണുന്നില്ല. പിന്നീട് കണ്ണനും മഹാലക്ഷ്മിയും എല്ലാവരും പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് തിരിച്ചു വരുന്നുണ്ട്. വരുന്ന വഴിക്ക് മഹാലക്ഷ്മി ചോദിക്കുന്നുണ്ട്, ഇനിയിപ്പോൾ ആ മേഘനെക്കുറിച്ച് എന്തെങ്കിലും അറിവ് കിട്ടിയ കണ്ണേട്ടാന്ന് ചോദിക്കുമ്പം ഒരറിവുമില്ല മഹി, ഇനിയിപ്പോൾ അവൻ മരിച്ചാലും ജീവിച്ചാലും കുഴപ്പമൊന്നുമില്ല. അഥവാ ഇനി അവൻ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ഇന്നത്തോടുകൂടി നമ്മുടെ നാടകം അവസാനിക്കും. അത് കേട്ടതും മഞ്ജു ആണെങ്കിൽ ഇങ്ങനെ ആകെ ഷോക്കാവുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും കണ്ണേട്ടാന്ന് ചോദിക്കുമ്പം എന്ത് ചെയ്യാനാ, ഇത്രയും നാളും നമ്മൾ മറച്ചു വെച്ചതെല്ലാം എല്ലാവരും അറിയും, വേറെ പ്രശ്നമൊന്നുമില്ല. ആ സമയം മഹാലക്ഷ്മി പറയുന്നുണ്ട്, ഇനിയിപ്പോൾ എല്ലാവരും അറിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല, നമ്മൾ ഇത്രയും നാളും ഇത് മറച്ചു വെച്ചല്ലോ, ഇപ്പോൾ ദൈവനിശ്ചയമായിരിക്കും എല്ലാവരും അറിയണം എന്നുള്ളത്. എന്തായാലും മറ്റുള്ളവർ അറിയുവാണെങ്കിൽ അറിയട്ടെ. അതുമാത്രമല്ല മാർക്കോയെ ഈ അവസ്ഥയിലാക്കിയ ആ മേഘനെ ഇനി നമ്മൾ വെറുതെ വിടാൻ പാടില്ല കണ്ണേട്ടാന്ന്. ആ സമയത്ത് കണ്ണൻ പറയുന്നുണ്ട്, അതൊരിക്കലും ഇല്ല മഹി, ലോപ്പസിൻ്റെ കൂട്ടുകാരും ചേർന്ന് അവനെ എത്രയും പെട്ടെന്ന് തീർക്കും. ഇപ്പം അവൻ എവിടെയാണെന്ന് ആർക്കും അറിയില്ല. ഇനി അവൻ എവിടെയെങ്കിലും ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണോ എന്നും അറിയില്ല. അതുമാത്രമല്ല ആ വഴിക്കൊന്നും ആരും പെട്ടെന്ന് പോകണ വഴിയല്ല, ഒരു വിജനമായ സ്ഥലം. അവൻ എന്നെ ശരിക്കും അങ്ങോട്ട് കൊണ്ടുപോയത് എന്നെ കൊല്ലാൻ വേണ്ടിയിട്ട് തന്നെയാണ്. സമയത്ത് മഹാലക്ഷ്മി പറയുന്നുണ്ട്, കണ്ണേട്ടൻ മേഘൻ്റെ അടുത്തേക്ക് പോകാമെന്ന് കേട്ടപ്പം എനിക്ക് അത്രയധികം പേടിയൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം അവിടെ തോമസ് ഡോക്ടറും അതുപോലെ സാഹറും പിന്നെ സുമേഷ് ഏട്ടനൊക്കെ ഉണ്ടല്ലോ, അതുകൊണ്ട് എനിക്ക് പേടി ഉണ്ടായിരുന്നില്ല. പക്ഷേ മേഘൻ്റെ കൂടെ കാറിൽ പോയിന്ന് കേട്ടപ്പോൾ തൊട്ട് എൻ്റെ ഉള്ളിൽ കിടന്ന് ഭയങ്കര ഒരു പ്രയാസവും വിഷമമായിരുന്നു. എന്തോ ഒരു ആപത്ത് സംഭവിക്കാൻ പോണ പോലെയുള്ളൊരു പേടിയായിരുന്നു എനിക്ക്. പിന്നീടാണ് സാഗർ മാർക്കോയെ വിളിച്ച് വിവരം പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞ്
പിന്നെ ഞാൻ ഒരുപാട് പ്രാവശ്യം മാർക്കോയെ വിളിച്ചെങ്കിലും മാർക്കോ ഫോൺ എടുക്കാണ്ടായപ്പം എൻ്റെ പേടി ഒന്നും കൂടി. ആ സമയത്ത് കണ്ണൻ പറയുന്നുണ്ട്, എന്നെ രക്ഷപ്പെടുത്താൻ വേണ്ടി വന്നിട്ടാണ് മാർക്കോയ്ക്ക് ഈ ഒരു അപകടം സംഭവിച്ചത്. എന്തായാലും മാർക്കോയുടെ കൂടെ ലോപ്പസും വരേണ്ടതായിരുന്നു. ലോപ്പസിന് എന്തോ തിരക്കുള്ളത് കൊണ്ടാണ് വരാണ്ടിരുന്നത്. അതേതായാലും നന്നായി. ഇല്ലെങ്കിൽ ഈ ആക്സിഡൻറ്റിൽ ലോപ്പസിനും പരിക്ക് പറ്റിയേനെ. ഇതിപ്പോൾ മാർക്കോയ്ക്ക് മാത്രമല്ലേ പറ്റുള്ളൂ. എന്തായാലും മാർക്കോയുടെ ജീവൻ രക്ഷിക്കാൻ ഏതറ്റം വരെ പോകാനും ഞാൻ തയ്യാറാവും. അതിന് എത്ര പൈസ മുടക്കണമെങ്കിലും എനിക്ക് മടിയൊന്നുമില്ല എന്ന്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ മാർക്കോയാണെങ്കിൽ ഇങ്ങനെ ഓർമ്മയൊന്നും വരാതെ ബോധമില്ലാതെ തന്നെ കിടക്കുകയാണ്. ആ സമയത്ത് ലോപ്പസ് ഡോക്ടറോട് ചോദിച്ചിട്ട് മാർക്കോയെ കാണാൻ കയറുന്നുണ്ട്. മാർക്കോയെ കണ്ടതും ലോപ്പസിന് ഭയങ്കരമായിട്ട് സങ്കടം വരുന്നുണ്ട്. അങ്ങനെ ലോപ്പസ് പുറത്തേക്ക് ഇറങ്ങാൻ നിൽക്കുന്ന സമയത്താണ് ആ ഒരു അമ്മ അങ്ങോട്ട് വരുന്നത്. അമ്മയെ കണ്ടതും ആരാന്ന് ചോദിക്കുമ്പം ഇവിടെ ഒരു മോൻ ആക്സിഡൻ്റായി കിടക്കണില്ലേ, ആ മോനെ ഒന്ന് കാണാനാണ് ഞാൻ വന്നതെന്ന് പറയുമ്പം ലോപ്പസ് പറയുന്നുണ്ട്, അതിന് ഡോക്ടർ സമ്മതിക്കില്ല, ഡോക്ടർ ആരെയും അകത്തേക്ക് കയറ്റില്ല എന്ന് പറയുമ്പം ഞാൻ ഡോക്ടറോട് ചോദിച്ചു. ഡോക്ടർ എന്നോട് കയറി കണ്ടോളാനാണ് പറഞ്ഞത്. ഒരു കുഴപ്പമില്ല, ഞാനിപ്പോൾ തന്നെ ആ മോനെ കണ്ടിട്ട് പുറത്തേക്ക് ഇറങ്ങിക്കോളാമെന്ന്. അങ്ങനെ ആ അമ്മയാണെങ്കിൽ മാർക്കോയുടെ അടുത്തേക്ക് പോകുന്നുണ്ട്. പിന്നീട് മാർക്കോയുടെ അടുത്ത് ചെന്നിരുന്നിട്ട് മാർക്കോയുടെ തലയിലൊക്കെ ഒന്ന് തടവി ആ വേലാണെങ്കിൽ മാർക്കോയുടെ നെഞ്ചിലിങ്ങനെ വയ്ക്കുന്നുണ്ട്. ആ സമയത്ത് മാർക്കോ പതിയെ ഇങ്ങനെ മുരങ്ങുന്നുണ്ട്. അന്നേരം ആ അമ്മ പറയുന്നുണ്ട്, ഒന്നുമില്ല, മാർക്കോയ്ക്ക് ഒന്നും സംഭവിക്കില്ല, ഭഗവാൻ നിൻ്റെ കൂടെ തന്നെയുണ്ട്. അധികം വൈകാതെ തന്നെ നീ സുഖം പ്രാപിച്ച് ആസ്പത്രിയിൽ നിന്ന് പുറത്തേക്ക് വരും. അതിന് ഭഗവാന്റെ എല്ലാ അനുഗ്രഹവും ഉണ്ട്, ഈ അമ്മയുടെ പ്രാർത്ഥനയുണ്ടെന്നും പറഞ്ഞുകൊണ്ട് ആ ഒരു വേല് മാർക്കോയുടെ കയ്യിൽ പിടിപ്പിച്ചുകൊണ്ട് ആ ഒരു അമ്മ പുറത്തേക്ക് ഇറങ്ങി വരുന്നുണ്ട്. പിന്നീട് ലോപ്പസിൻ്റെ അടുത്ത് വന്നിട്ട് പറയുന്നുണ്ട്, ആ മോന് ഒരാപത്തും വരില്ല, എത്രയും പെട്ടെന്ന് ആ മോൻ സുഖം പ്രാപിച്ചു വരും. ആ മോനുക്ക് ദൈവങ്ങളുടെ എല്ലാ അനുഗ്രഹവും ഉണ്ട്, അതുകൊണ്ട് മോൻ സങ്കടപ്പെടുകയൊന്നും വേണ്ടാന്നും പറഞ്ഞുകൊണ്ട് ആ അമ്മ യാത്ര പറഞ്ഞു പോകുന്നുണ്ട്. അവർ പോയി കഴിഞ്ഞതും ഈ ലോപ്പസ് ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്, ഇതാരായിരിക്കും? മാർക്കോയ്ക്ക് ആരും ഉള്ളതായിട്ട് അവൻ ഇതുവരെ പറഞ്ഞിട്ടില്ല. ഇവന് എന്തൊക്കെയോ ദൈവിക ശക്തികളുണ്ടെന്ന് എനിക്ക് പലപ്പോഴും മനസ്സിലായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ ഒരു അമ്മയെ ആയിരിക്കുമോ അവനെ ഇടയ്ക്കിടയ്ക്ക് കാണാൻ പോണേന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്. ഇതേ സമയം നമ്മളുടെ കമലേശ്വരത്ത് ഉണ്ണിയും ദുർഗയും കരുണയൊക്കെ ഈ മാർക്കോയ്ക്ക് ആക്സിഡൻറ്റ് പറ്റിയ കാര്യം അറിയുന്നുണ്ട്. ആ സമയത്ത് കരുണ പറയുന്നുണ്ട്, ഇനിയിപ്പോൾ മേഘേട്ടനെ ഉപദ്രവിക്കാനായിട്ട് അവനുണ്ടാവില്ലല്ലോ, അവനെങ്ങനെയാണ് ആക്സിഡൻറ്റ് പറ്റിയെന്ന് ചോദിക്കുമ്പോൾ അതൊന്നും അറിയില്ല, ആക്സിഡൻറ്റ് പറ്റി ഗുരുതരാവസ്ഥയിൽ ആസ്പത്രിയിലാണെന്നാണ് പറഞ്ഞത്. ആ വിവരം മേഘേട്ടനോട് പറഞ്ഞില്ലേ എന്ന് ചോദിക്കുമ്പോൾ മേഘേട്ടനോട് പറയാൻ വേണ്ടി ഞാൻ ഫോൺ വിളിച്ചു, പക്ഷേ മേഘേട്ടൻ്റെ ഫോൺ റിങ് ചെയ്യണല്ലാതെ ആരും കോൾ എടുക്കണില്ല. മേഘേട്ടൻ തോമസ് ഡോക്ടറുടെ അടുത്തല്ലേ, ഉണ്ണിയേട്ടനക്ക് നേരിട്ട് എന്നൊന്ന് പറയാൻ പാടില്ലായിരുന്നു എന്ന് ചോദിക്കുമ്പം എന്തായാലും ഞാൻ ഡോക്ടറുടെ ആസ്പത്രി വരെ ഒന്ന് പോകുന്നുണ്ട്. മേഘേട്ടനെ കണ്ട് ഈ സന്തോഷ വാർത്ത നേരിട്ട് അറിയിക്കണം. ഇത് കേൾക്കുമ്പോൾ മേഘേട്ടന് ഭയങ്കര സന്തോഷമായിരിക്കും. ആ സമയത്ത് ദുർഗ പറയുന്നുണ്ട്, എന്തായാലും ആ മാർക്കോയുടെ ശല്യം ഒഴിഞ്ഞു, ഇനിയിപ്പോൾ കണ്ണനെ നമ്മൾ കൊന്നു കളഞ്ഞാലും നമ്മളോട് ചോദിക്കാനൊന്നും ആരും വരില്ല, ആ ഒരു കാര്യത്തിൽ സമാധാനമായിരുന്നു. ആ സമയത്ത് ഉണ്ണി പറയുന്നുണ്ട്, അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അമ്മേ, മാർക്കോയ്ക്ക് ഒരുപാട് കൂട്ടുകാരുണ്ട്, മാർക്കോയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അവരടങ്ങിയിരിക്കുമൊന്നുമില്ല. അതുമാത്രമല്ല, മാർക്കോയെ ആക്സിഡൻറ്റ് പെടുത്തിയത് ആരാണെന്ന് പറഞ്ഞാൽ അവരെ തീർത്ത് കളയാനും അവർ മടിക്കൂലാന്ന്. പിന്നീട് നമ്മളുടെ വാമദേവനാണെങ്കിൽ ഉണ്ണിയെ വിളിക്കുന്നുണ്ട്. ഉണ്ണി ഫോൺ എടുത്തതും എന്താ മാവാന്ന് ചോദിക്കുമ്പം, എടാ മേഘനെക്കുറിച്ച് ഒരറിവുമില്ലല്ലോ, മേഘനെ വിളിച്ചിട്ട് മേഘൻ ഫോൺ എടുക്കുന്നില്ല. ഞാൻ തോമസ് ഡോക്ടറെ വിളിച്ച് ചോദിച്ചപ്പം മേഘന അവിടെ ഇല്ല, അവിടെ നിന്ന് ഡിസ്ചാർജ് ആയി പോയെന്നാണ് പറഞ്ഞത്, ഇതുവരെയും വീട്ടിലേക്ക് എത്തിയിട്ടില്ല എന്ന്. ആ സമയത്ത് ഉണ്ണി ചോദിക്കുന്നുണ്ട്, മേഘൻ്റെ വീട്ടിലേക്ക് വരാണ്ട് എവിടെ പോകാനാ, ഇനിയിപ്പോൾ ഏതെങ്കിലും ബാറിൽ കയറി മദ്യപിച്ചുകൊണ്ടിരിക്കുമായിരിക്കും. ആ സമയത്ത് വാമദേവൻ പറയുന്നുണ്ട്, മദ്യപിക്കുകയാണെങ്കിലും ഫോൺ വിളിച്ചാൽ അവൻ ഫോൺ എടുക്കേണ്ടതല്ലേ, ഞാൻ ഒരുപാട് പ്രാവശ്യം വിളിച്ചു, ഇതുവരെ അവൻ ഫോൺ എടുത്തിട്ടില്ല എന്ന്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ കണ്ണനെയും അനന്തുവിനെയൊക്കെയാണ്. അനന്ത് കണ്ണനോട് ചോദിക്കുന്നുണ്ട്, എടാ മേഘൻ്റെ അവസ്ഥ എന്താ, മേഘൻ ജീവിച്ചിരിക്കണ്ടോ അതോ മരിച്ചു പോയോ എന്ന്. ആ സമയത്ത് കണ്ണൻ പറയുന്നുണ്ട്, മേഘനെക്കുറിച്ച് എനിക്കൊന്നും അറിയില്ല, അന്നേരം മാർക്കോയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു കല്ലെടുത്ത് അവൻ്റെ തലയ്ക്കിട്ടിട്ടാണ് മാർക്കോയെ കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് വന്നത്, അവൻ്റെ അവസ്ഥ എന്തായെന്നൊന്നും അറിയില്ല എന്ന് പറയുമ്പം അനന്ത് പറയുന്നുണ്ട്, എന്തായാലും ആ സ്ഥലം വരെ ഒന്ന് പോയി നോക്കിയാൽ അറിയാൻ പാടില്ലേ എന്ന് ചോദിക്കുമ്പോൾ അതൊന്നും വേണ്ടടാ, അങ്ങോട്ട് അധികം ആരും പോകാത്ത സ്ഥലമാണ്, ഇനി അവന് ഭാഗ്യമുണ്ടെങ്കിൽ ആരെങ്കിലും വഴിപോക്കർ അവരെ കണ്ട് ആസ്പത്രിയിലാക്കിയെങ്കിലേ ഉള്ളൂ, അല്ലാണ്ട് അവനക്ക് രക്ഷപ്പെടാൻ ഒരു വഴിയില്ല അവിടെയെന്ന്. ആ സമയത്ത് അനന്ത് പറയുന്നുണ്ട്, അതുപോലെയുള്ളവനൊന്നും ചത്താലും കുഴപ്പമില്ല, ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കാൻ ഒരു അർഹതയില്ലാത്തവനെ അവൻ, എത്ര പ്രാവശ്യമായി നിന്നെ മഹിയെ മാർക്കോയെയൊക്കെ അവൻ കൊല്ലാൻ നോക്കണു, ഇപ്പം തന്നെ കണ്ടില്ലേ മാർക്കോയുടെ ബൈക്കിലേക്ക് അവൻ കാർ ഓടിച്ച് കയറ്റുമല്ലായിരുന്നോ. ആ സമയത്ത് കണ്ണൻ പറയുന്നുണ്ട്, ശരിയാടാ, ഞാൻ പല പ്രാവശ്യം അവനോട് പറഞ്ഞു വേണ്ടാന്ന്, പക്ഷെ അവൻ കേട്ടില്ല, വീണ്ടും മാർക്കോയെ കൊല്ലാനാണ് അവൻ തുടങ്ങിയെന്ന്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ മാർക്കോയാണെങ്കിൽ
ബോധത്തിലേക്ക് വരുന്നുണ്ട്. ബോധത്തിലേക്ക് വന്ന് കണ്ണ് തുറന്നതും മാർക്കോ കാണുന്നത് തൻ്റെ കയ്യിലിരിക്കുന്ന ആ ഒരു വേലാണ്. ആ സമയത്ത് മാർക്കോ ഓർക്കുന്നുണ്ട് മേഘൻ കാറ് ബൈക്കിലേക്ക് ഇടിപ്പിച്ച ആ സമയത്ത് കയ്യിലിരുന്ന വേല് തെറിച്ചു പോയതും അതെടുക്കാൻ വേണ്ടി നോക്കിയിട്ട് കിട്ടാണ്ടായി ഇതൊക്കെ ഇങ്ങനെ ഓർക്കുന്നുണ്ട്. പിന്നെ ഇതെങ്ങനെ എൻ്റെ കയ്യിലെത്തിയത് ഇങ്ങനെ ആലോചിച്ച് കിടക്കുന്ന ആ ഒരു സീനിൽ മാർക്കോയ്ക്ക് ഓർമ്മ വരുന്നുണ്ട്, ഇനി ആ അമ്മ എങ്ങാനും ആണോ ഇത് തൻ്റെ കൈ കൊണ്ടു തന്നേന്ന്. അങ്ങനെ മാർക്കോ ചിന്തിച്ചുകൊണ്ട് കിടക്കുന്ന ആ ഒരു സീനിലാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്തൊരു എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.